വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വാട്ടർമെലൺ പുഡിംഗ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ തണ്ണിമത്തൻ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 300 ml പാലുണ്ട്, വലിയൊരു കപ്പാണ്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ 1/4 കപ്പിൻ്റെ പാതിയായിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലവർ നമ്മൾ ഈ പാലിലൊന്ന് കലക്കിയെടുക്കണം. ഈ മൊത്തം പാലിൽ കലക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു ചെറിയ കപ്പിലോട്ട് കുറച്ചൊരു പാല് മാറ്റിയിട്ട് അതിൽ നമുക്കൊന്ന് കലക്കിയെടുക്കാം. നമുക്ക് കോൺഫ്ലവറൊക്കെ ഈസിലി അവൈലബിൾ ആണ്, എല്ലാ കടയിലും ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ചെറിയ പാക്കറ്റിൽ. അപ്പോൾ നമ്മൾ നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ബാക്കിയിരുന്ന പാലും പിന്നെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്ത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കട്ടിയാക്കി എടുക്കണം. നമ്മൾ തീ കൂട്ടി വെച്ചാലോ അല്ലെങ്കിൽ ഇളക്കാൻ വിട്ടു പോവുകയാണെങ്കിലോ ഇത് അടിക്ക് കട്ടിയായി പോകും. അതുകൊണ്ട് നിർത്താതെ ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ഈ സമയത്ത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ ഒരു മധുരത്തിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് പാകമാണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിശ്രിതം ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ട്. നമ്മളിതിൽ എന്തൊക്കെയാണ് ചേർത്തത്? പാലും കോൺഫ്ലവർ കലക്കിയതും പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത്രയും കട്ടിയാൽ പോരാ. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഒരടിയൊക്കെ കാണാൻ പറ്റും, സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇതാ ഇതുപോലെ ആകണം. നമ്മൾ സ്പൂണിന് ഇളക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ ഒരു അടിവശമൊക്കെ കാണാൻ പറ്റും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരുവം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ലെയർ. ഇതിലോട്ട് നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഒരു മണത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 5-6 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ എസൻസും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റണം, നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള ബൗള്. അപ്പോൾ ഇത്രയും ബൗളില്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ഗ്ലാസ്സിലോട്ട് ഇത് മാറ്റിയാൽ മതി. അപ്പോൾ സ്പൂൺ വെച്ച് ഞാനിതൊന്ന് ഫ്ലാറ്റ് ആക്കുവാണ്. പറ്റുന്ന പോലെയൊക്കെ ഒന്ന് നിരപ്പാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു 1.5 കപ്പ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ എടുത്ത അതേ അളവ് കപ്പിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്, നമ്മുടെ സർബത്തൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നാരി സിറപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ റോസ് സിറപ്പ് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത ചെറിയ ഒരു കപ്പിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കുവാണ്. നേരത്തെ എടുത്ത അതേ അളവ് തന്നെ 1/4 കപ്പിൽ പകുതിയായിട്ട് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുകയാണ്. ഒരുപാട് വെള്ളം നമുക്ക് വേണ്ട, കട്ട കെട്ടാതെ ഇതുപോലെ കലക്കിയെടുക്കുക. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തണ്ണിമത്തൻ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ കറക്റ്റ് ആണോ എന്ന് മധുരത്തിനനുസരിച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തണ്ണിമത്തൻ തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്, നല്ല ഭംഗിയുള്ള കളറായി മാറും. അപ്പോൾ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ അതങ്ങ് നല്ല കട്ടിയാവാൻ തുടങ്ങും. പക്ഷെ നമുക്ക് നല്ലപോലെ നേരത്തെ നമ്മുടെ പാല് കട്ടിയാക്കി എടുത്ത കണക്ക് തന്നെ ഈ തണ്ണിമത്തനും ഒന്ന് കുറുക്കി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്കിതെടുക്കും തണ്ണിമത്തനൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. പാല് പക്ഷേ അത്രയും സമയം എടുക്കില്ല, വളരെ പെട്ടെന്ന് നമുക്ക് കുറുക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ജ്യൂസ് അടിച്ചിട്ട് കുരു മൊത്തം പോയിട്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. അപ്പം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അപ്പോൾ ഇത്രയൊരു പരുവം പോരാ, നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ അതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതിലോട്ട് വനില എസൻസിന് പകരം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വനില എസൻസും ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയിൽ നാരില്ലാത്തത് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പരുവം. സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല വിട്ട് വരണം, നമുക്ക് ആ ഒരു
പാത്രത്തിൻ്റെ അടിയൊക്കെ ഒരു കുറച്ച് സെക്കൻഡ്സേക്കെങ്കിലും ഒന്ന് കാണാൻ പറ്റണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബേസ് സെറ്റായിട്ടുണ്ട്. ചരിച്ച് നോക്കിയാലൊന്നും അറിയത്തൊന്നുമില്ല. അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ പുഡിംഗ് ബേസിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാട്ടർമെലൺ പുഡിങ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നല്ല ചൂടോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാത്രത്തിൽ നിന്ന് ഒഴിക്കാനൊക്കെ അതായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് അതുപോലെ ഒന്ന് ഫ്ലാറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 2 ലെയേഴ്സ് ആയിട്ടുണ്ട്. ഞാനിത് ആദ്യം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്കോ ചിപ്സാണ് ഉപയോഗിച്ചത്. ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് രാവിലെ എടുക്കാം, അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഞാൻ ചെയ്തിട്ട് രാത്രിയിൽ എടുത്തത്. ചൂടോടെ വെച്ചത് കാരണം നമ്മുടെ ചോക്കോ ചിപ്സ് കുറച്ചൊന്നും അവിടെ ഉരുകി വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാനത് മാറ്റിയിട്ട് പിസ്താഷ്യോസ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ ആൽമണ്ട്സോ കാഷ്യൂസോ ഒക്കെ തന്നെ ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഇതുപോലുള്ള നമ്മുടെ ഒരു മാംഗോ പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട. അതും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.